അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന നമ്മുടെ വിഷയത്തിലെ 34-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. 8-ാമത്തെ ഫർളിനെ സംബന്ധിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നിസ്കാരത്തിന്റെ ഫർളുകൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട മസ്അലകൾ, നിസ്കാരത്തിൽ നാം ചൊല്ലേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ എന്നിവയുടെ അർത്ഥങ്ങൾ എല്ലാമാണ് നമ്മളുടെ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പുള്ള 33 ഭാഗങ്ങളിൽ ഇതുവരെയുള്ള കാര്യങ്ങളുടെ എല്ലാ വിശദീകരണങ്ങളും ചെറിയ തോതിൽ നടത്തിയിട്ടുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇതിലുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ഫർളിൽ നിന്ന് 8-ാമത്തെ ഫർള് 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കുക എന്നതാണ്. 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കുക എന്നത് ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും നിർബന്ധമാണ്, ഫർളാണ്. ഏറ്റവും ചുരുങ്ങിയ രൂപം തുമഇനീനത്തോടു കൂടെ സുജൂദിൽ നിന്ന് ഉയർന്ന് അവൻ ഭൂമിയിൽ സമമായിരിക്കുക എന്നതാണ്. ഭൂമിയിലാവണമെന്നില്ല, അതിന്റെ വിശദീകരണം അനുസരിച്ച് പിന്നീട് വിവരിക്കും. നേരത്തെ നമ്മൾ വിവരിച്ചിട്ടുണ്ട് നിൽക്കാൻ സാധിക്കാത്തവൻ എങ്ങനെ നിസ്കരിക്കണം എന്ന്. തുമഇനീനത്ത് ആവശ്യമാണ്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് അവൻ കുനിഞ്ഞ സമയത്ത് അവനിക്കുണ്ടായിരുന്ന ആ ഇളക്കം നിൽക്കുന്ന രീതിയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം അവന്റെ അവയവങ്ങൾ അടങ്ങുക എന്നതാണ്. സുജൂദിലേക്ക് അവൻ പോയ സമയത്തുണ്ടായിരുന്ന ആ ഇളക്കം, അത് അനങ്ങുന്ന രീതിയിൽ, അത് അടങ്ങുന്ന രീതിയിൽ സുജൂദിൽ അവൻ നിൽക്കണം. എന്നിട്ട് സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്തുള്ള ഇളക്കം നിൽക്കുന്ന അടങ്ങുന്ന രീതിയിൽ അവൻ ആ ഇരുത്തത്തിൽ ഇരിക്കുകയും വേണം. അതാണ് തുമഅനീനത്ത് കൊണ്ട്, 2 സുജൂദിന്റെ ഇടയിലുള്ള തുമഅനീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഈ പറഞ്ഞതാണ്. അഥവാ സുജൂദിൽ നിന്നും കൊണ്ട് ഉയരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഇളക്കം അത് അടങ്ങുന്നത് വരെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ, ആ ഇളക്കം നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അടുത്ത സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവുകയില്ല. മാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം സുജൂദിൽ നിന്ന് തല അല്പം ഉയർത്തിയാൽ തന്നെ മതി എന്ന അഭിപ്രായം. ഇരിക്കണം എന്നില്ല, സുജൂദിൽ നിന്ന് അല്പം തല പൊന്തിച്ചാൽ മതിയാകും. സുന്നത്ത് നിസ്കാരത്തിൽ അത് മതി എന്ന് നമുക്കും ശാഫി മദ്ഹബിലും അഭിപ്രായം ഉണ്ടെങ്കിലും ഫർള് നിസ്കാരത്തിൽ ശരിയായ നിലയ്ക്ക് ഇരുന്ന് ആ ഉയരുന്ന സമയത്തുള്ള ഇളക്കം നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ശാഫി മദ്ഹബുകാരനായ ഒരാളുടെ നിസ്കാരം സഹിയാവുകയില്ല. അതേ പ്രകാരം അതിൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിൽ നിന്ന് ഒരാൾ ഉയരുമ്പോൾ സുജൂദല്ലാത്ത, ഈ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കൽ അത് നിർബന്ധം. സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത് ഞാൻ ഇരിക്കുവാൻ വേണ്ടി ഉയരുന്നു എന്ന് കരുതണമെന്നില്ല, മറ്റൊന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഉയരാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരാൾ സുജൂദ് ചെയ്തപ്പോൾ ഒരു മുള്ളിന്റെ മുകളിലാണ് സുജൂദ് ചെയ്തത്. മുള്ള് നെറ്റിയിൽ തറച്ച സമയത്ത്
അവനിക്ക് ചെറിയ വേദനകൾ അനുഭവപ്പെട്ടു. ഉടനെ തന്നെ അവൻ തല ഉയർത്തി. എന്നാൽ സുജൂദിൽ നിന്ന് ഉയരുകയാണ് എന്നുകൂടെ അതിന്റെ കൂടെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, ഈ മുണ്ട് തറച്ചത് കാരണം അങ്ങോട്ട് ഉയരുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത് എങ്കിൽ, അവന്റെ ആ ഉയർച്ച സഹിയാവുകയില്ല. രണ്ടാമത് അവന് സുജൂദ് ചെയ്ത് എന്നിട്ട് ആ സുജൂദിൽ നിന്ന് ഉയരുക തന്നെ വേണം. അപ്പൊ ഒന്നുകൂടി മടക്കണം ആ ഉയർച്ചയെ. അതേസമയം ഇത് രണ്ടും ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് നേരത്തെ പറഞ്ഞതിനൊക്കെ ബാധകമാണ്. ഒരാൾ റുക്കൂയിലാണ് ഉള്ളത്, റുക്കൂയിൽ നിന്ന് എന്ന ഒരു കാരണം കൊണ്ടാണ് ഉയർന്നത് റുക്കൂയിൽ നിന്ന്. ആ ഉയരുന്ന സമയത്ത് ആ കാരണത്തോടുകൂടെ ഇത്തിദാലിനെയും കരുതിയാൽ മതിയാകും. നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗത്തേക്കും ഇത് ബാധകമാണ്. ഇത്തിദാലിലും റുക്കൂയിലുമൊക്കെ ഒരാള് റുക്കൂയിൽ നിന്ന് ഇത്തിദാലിലേക്ക് വന്നു, എന്തോ ഒരു സാധനത്തിനെ ഭയപ്പെട്ടുകൊണ്ടാണ് റുക്കൂയിൽ നിന്ന് ഉയർന്നത്. പക്ഷെ ഉയരുന്ന സമയത്ത് തന്നെ ഇത്തിദാലും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് മതി. ഈ ഭയപ്പെട്ട വസ്തുവിനെ മാത്രം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ പോരാ എന്നാണ് പറഞ്ഞത്. പരിപൂർണമായ രൂപം സുജൂദിലുള്ള ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറോട് കൂടെ സുജൂദിൽ നിന്ന് തല ഉയർത്തുകയും എന്നിട്ട് അവന്റെ രണ്ട് കൈകൾ രണ്ട് തുടയുടെ അരിയും മുകളിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കലാണ്. നമസ്കാരത്തിൽ ഇഫ്തിറാസ്, തവറുക്ക്, ഇങ്ങനെ രണ്ടു വിധം ഇരുത്തങ്ങളാണുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഈ ചർച്ചയുടെ അവസാന ഭാഗം വിവരിക്കും. ആദ്യത്തെ തഹിയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തമാണ് ഇഫ്തിറാസിന്റെ ഇരുത്തം. അവസാനത്തെ തഹിയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തമാണ് തബറുക്കിന്റെ ഇരുത്തം. നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അറിയാവുന്നതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് അവസാന ഭാഗത്തിൽ, നമ്മുടെ ഈ ക്ലാസിന്റെ തന്നെ അവസാന ഭാഗത്തിൽ അതിന്റെ വിവരണം ഉണ്ടായി. അപ്പോ അവന് കയ്യിനെ വെക്കേണ്ടത് രണ്ട് കാൽമുട്ടിനോട് അടുത്ത്. ആ കാൽമുട്ട, കയ്യിന്റെ വിരലുകൾ കാൽമുട്ടിന്റെ ഭാഗത്തിനോട് നേരിടുന്ന രീതിയിൽ ആണ് വെക്കേണ്ടത്. കാൽമുട്ടിനോട് നേരിടുന്ന രീതിയിൽ. അങ്ങനെ വെക്കുമ്പോൾ ആ കയ്യിന്റെ വിരലുകൾ നേരെ കിബ്ലയുടെ ഭാഗത്തേക്കാകും. ഇതാണ് പൂർണ്ണമായ രൂപം. ഇനി ആ കയ്യിന്റെ വിരലുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന രീതിയിൽ വെച്ചാലും അവന് സുന്നത്ത് കിട്ടുമെങ്കിലും ഏറ്റവും അഫ്ളലായ രൂപം ഇങ്ങനെയാണ്. അഥവാ കാൽമുട്ടിലേക്ക് അതിന്റെ നേരെ എത്തുന്ന രീതിയിൽ കാൽമുട്ടിന്റെ അല്പം ഇപ്പുറത്തായി കൈ വെച്ച് കയ്യിന്റെ തല കാൽമുട്ടിന് നേരെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവന്റെ കയ്യിന്റെ വിരലുകളുടെ തല നേരെ കിബിലയിലേക്ക് പോകും. കാൽമുട്ടിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ കാൽമുട്ടിന്മേലേക്ക്, അഥവാ എന്റെ കയ്യിന്റെ വിരലുകളുടെ തല താഴ്ഭാഗത്തേക്കാവും. അപ്പൊ അതിലേറെ ഏറ്റവും അഫ്ളലായ രൂപം ഇതാണ്. അങ്ങനെ ഇരുന്നതിന് ശേഷം റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി എന്ന് പറയണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുന്നതിന് വേണ്ടി, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ സനദ് സഹിയാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ അതിന്റെ 83-ാമത്തെ പേജിൽ വിവരിച്ചിട്ടും ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥസഹിതം പഠിക്കുമല്ലേ. റബ്ബി, എന്റെ രക്ഷിതാവേ, യഗ്ഫിർലി, എനിക്ക് നീ പുറത്തുകൊണ്ടോ, എന്റെ ദോഷങ്ങളെല്ലാം എനിക്ക് നീ പുറത്തുകൊണ്ടോ. വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യും. വജ്ബുർനി, എന്റെ വീഴ്ചകൾ, എന്നിൽ നിന്ന് സംഭവിച്ച ന്യൂനതകൾ ഒക്കെയും നീ പരിഹരിക്കും. വർഫഅനി, എന്റെ പദവി നീ ഉയർത്ത്, എന്റെ മക്കാനത്ത്, എന്റെ സ്ഥാനം നീ ഉയർത്ത്. വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം കൊണ്ടോ. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്ത്, സ്ഥിരമാക്ക്. ഞാൻ ഹിദായത്തിലാണ് ഇപ്പോൾ,
ആ ഹിദായത്തിൽ നീ സ്ഥിരമാക്കി നിർത്ത്. വഹ്ദിനി വആഫിനി, എനിക്കിനി ആഫിയത്ത് നൽകി. ഇതാണ് ചൊല്ലേണ്ടത്. ഇത് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്ത്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അഫു അന്നി എന്നും കൂടി ചേർത്തിട്ടുണ്ട്. ആഫിനിന്റെ ശേഷം അപ്പൊ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വഅഫു അന്നി, ഇതും കൂടി ഉണ്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ. പിന്നെ നിർബന്ധമായ കാര്യം ഈ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതുപോലെ ഇത്തിദാല്, ഇത് ദീർഘിപ്പിക്കാൻ പാടില്ല എന്നത് നിർബന്ധമാണ്. വെറുതെ അതിലുള്ള ദിക്ർ, അതിലേക്ക് ശറഅാക്കപ്പെട്ട ദിക്റുണ്ട്, അത് കഴിയുന്നതിലും കൂടുതൽ ദീർഘിപ്പിക്കരുത്. കാരണം ഇത് ഫസ്ലിന് വേണ്ടിയിട്ടാണ് ഈ 2 ഫർളുകള് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഖസീറായ അഥവാ ചെറിയ ഫർളുകളാണ്. ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അതിൽ ശറഅാക്കപ്പെട്ടതായ ദിക്ർ, ഉദാഹരണം പറയാ, ഇത്തിദാലാണെങ്കിൽ ഇത്തിദാലിലുള്ള ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശൈഅത മിൻ ശൈഇൻ ബഅദ് എന്ന ദിക്ർ 1 പ്രാവശ്യമാണ്. അതിനേക്കാൾ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതുന്ന അത്ര സമയം ദീർഘിപ്പിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. 2 സുജൂദിന്റെ ഇടയിൽ ചൊല്ലേണ്ട ദിക്ർ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വഅഫു അന്നി എന്നാണ്. ഇതിനേക്കാൾ കൂടുതൽ ദീർഘിപ്പിച്ചു. ഏതുവരെ? ഏറ്റവും ചുരുങ്ങിയ ചെറിയൊരു അത്തഹിയാത്തിനേക്കാൾ, ഏറ്റവും കുറഞ്ഞ അത്തഹിയാത്തിനേക്കാൾ ദീർഘിപ്പിച്ചു 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിനെ. എന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാകുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ എന്ന് പറയുന്ന കിതാബ് ഭാഗം 2 83-ാം പേജിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദീർഘിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് അവസാനത്തെ റക്അത്തിലെ ഇത്തിദാലിനെ ദീർഘിപ്പിക്കുന്നതിനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം അവസാനത്തെ റക്അത്തിലെ ഇത്തിദാലിൽ കുനൂത്ത് വരും. സുബഹിയാണെങ്കിൽ സുബഹിയുടെ കുനൂത്ത് ശാഫിഈ മദ്ഹബുകാർക്ക് വരും. ഈ സുബഹി അല്ലാത്ത നിസ്കാരങ്ങളിൽ തന്നെ അവസാനത്തെ റക്അത്തിലെ ഇത്തിദാലിന് ശേഷം നാസിലത്തിന്റെ കുനൂത്ത് വരുന്ന സമയമാണ്. അതുകൊണ്ട് ആ റക്അത്തിൽ ഇത്തിദാൽ ദീർഘിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ കുനൂത്തുള്ള സമയത്ത് ബാത്തിലാവുകയില്ല. ഇതാണ് 8ാമത്തെ ഫർള്. പിന്നെ ഇതേ പ്രകാരം തന്നെ 2ാമത്തെ സുജൂദ് ചെയ്യണം. അപ്പൊ 2 സുജൂദ് ചെയ്യലാണ്. ആദ്യത്തെ സുജൂദ് ചെയ്തതുപോലെ 2ാമത്തെ സുജൂദും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 35-ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിസ്കാരത്തിന്റെ 9ാമത്തെ ഫർള് അതിൽ വിവരിക്കുന്നതും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലക്ക് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ മുഅ്മിനുകൾക്കും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും റാഹത്തും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, നമ്മുടെ ഭാര്യമാരുടെ ഉസ്താദുമാർ, അതുപോലെ പിന്നെ മാതാപിതാക്കൾ, സഹോദരന്മാർ, അതുപോലെ മറ്റു ബന്ധപ്പെട്ടവർ, നമ്മളുടെ സഹോദരിമാരുടെ മാതാപിതാക്കൾ, അവരുടെ ഭർത്താക്കന്മാർ, അങ്ങനെ പലരും ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമുണ്ട്. അവർക്കൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു ചൊരിയട്ടെ. മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.